തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി ജനങ്ങൾ ഇടതുമുന്നണിക്ക് നൽകിയ ഒരു ഷോക്കായി കാണണമെന്ന് CPI അംഗം പി സന്തോഷ് കുമാർ. തിരഞ്ഞെടുപ്പ് ഫലത്തെ ഒരു അലാറമായി കണക്കാക്കി ഉടനടി തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് ഉണ്ടായത്. തിരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്നും LDF ഉൾക്കൊള്ളേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അത് ഉൾക്കൊള്ളാൻ മുന്നണി തയ്യാറാകും, സന്തോഷ് കുമാർ വ്യക്തമാക്കി. തിരിച്ചടിയുടെ ആഴം അദ്ദേഹം തുറന്ന് സമ്മതിച്ചു. തിരിച്ചടിക്ക് കാരണമായ പ്രധാന ഘട്ടങ്ങളിൽ ഒന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ശബരിമല വിവാദങ്ങളാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തെക്കൻ കേരളത്തിലെയും മധ്യ കേരളത്തിലെയും തിരഞ്ഞെടുപ്പ് ഫലത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് വോട്ട് ചോർച്ചയ്ക്ക് വഴിയൊരുക്കിയെന്നാണ് വിലയിരുത്തൽ. LDFന്റെ ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്തം മുന്നണിയിലെ പ്രധാന കക്ഷികളായ CPM-നും CPI-ക്കും ഒരുപോലെ ഉണ്ടെന്ന് അദ്ദേഹം സമ്മതിച്ചു. ഇതിലും മെച്ചപ്പെട്ട ഒരു ഫലം ഞങ്ങൾ അർഹിച്ചിരുന്നു, സന്തോഷ് കുമാർ കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് BJP സഖ്യത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളും ശ്രദ്ധേയമാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഫലങ്ങൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹം ആരോപിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ജയിച്ച പല വാർഡുകളിലും കോൺഗ്രസ് 3-ാം സ്ഥാനത്താണ്. ഇതിനർത്ഥം അവിടെ വ്യാപകമായി സഖ്യം രൂപപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. എങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. തദ്ദേശ തിരഞ്ഞെടുപ്പ് ജനവിധിയെ മറികടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുള്ള ചരിത്രം അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സംസ്ഥാന സർക്കാരിന്റെ പൊതുവായ ഭരണത്തെ വിലയിരുത്തിക്കൊണ്ടായിരിക്കും നിയമസഭാ തിരഞ്ഞെടുപ്പിലെ വിധിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJPയുടെ വളർച്ചാവാദങ്ങളെ അദ്ദേഹം തള്ളി. രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് നടക്കുന്നുവെന്ന് കണക്കാക്കുന്ന 346 ജില്ലാ പഞ്ചായത്ത് സീറ്റുകളിൽ ഒരെണ്ണത്തിൽ മാത്രമാണ് BJPക്ക് വിജയിക്കാനായത്. ജയിപ്പിച്ച അനുഭവമുള്ള സ്ഥലത്ത് പോലും ജനം അവരെ നിരാകരിച്ചു, അദ്ദേഹം പറഞ്ഞു. തൃശൂർ, പാലക്കാട്, പന്തളം പോലുള്ള പ്രദേശങ്ങളിൽ BJPയുടെ സാന്നിധ്യം കുറഞ്ഞതായും അദ്ദേഹം വിലയിരുത്തി. തിരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ മുതിർന്ന CPM നേതാവ് MM മണി നടത്തിയ ചില പ്രസ്താവനകളെ സന്തോഷ് കുമാർ വിമർശിച്ചു. അത് വകതിരിവില്ലായ്മയാണ്, അദ്ദേഹം പറഞ്ഞു. ഉത്തരവാദിത്തം എല്ലാവരും എടുത്ത് ആരെയും കുറ്റപ്പെടുത്താതെ മുന്നോട്ട് പോകണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ശബരിമല കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്ന ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ പത്മകുമാറിനെ ഇടത് നേതാവായി കണക്കാക്കുന്നതിനെയും അദ്ദേഹം ശക്തമായി ചോദ്യം ചെയ്തു. പത്മകുമാറിനെ ഇടത് നേതാവായി കണക്കാക്കുന്നില്ല. വാസുവും പത്മകുമാറും ഒന്നും ഇടത് നേതാവല്ല. ഇടത് നേതാവെന്ന് പറഞ്ഞ് വലിയ സംഭവം ഉണ്ടാക്കരുത്. എത്രയോ നേതാക്കളുണ്ട് കേരളത്തിൽ, അദ്ദേഹം ചോദിച്ചു. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി LDF നേരിട്ട ഈ ഷോക്ക് ഒരു തിരുത്തൽ ശക്തിയായി പ്രവർത്തിക്കുമെന്നാണ് CPI നേതൃത്വത്തിന്റെ പ്രതീക്ഷ.